ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന്യ. നമുക്കൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് തോലൊന്നും കളയാതെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതേപോലെ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതും ഒരുപാട് വലുതാവാൻ പാടില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലാസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ചേർക്കേണ്ടത്, അതാണ് പെരുംജീരകപ്പൊടി. അതൊരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്ര ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ലാസ്റ്റായിട്ട്. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാൽ മാത്രമേ ഈ മസാലയ്ക്ക് ഉരുളക്കിഴങ്ങിൽ നന്നായിട്ടൊന്ന് പിടിക്കുള്ളൂ. അതിന് ശേഷം നമ്മൾ പാൻ വെച്ചു. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല വെന്ത് വരുള്ളൂ. അപ്പം നമ്മുടെ കിട്ടിലൻ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ലേശം ചോറും അതിലേക്ക് കുറച്ച് രസം ഒഴിച്ച് ഈ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കഴിക്കാനുണ്ടല്ലോ, കിട്ടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയറും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായി കാണാം. ഓക്കെ, ബൈ.